കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ എന്ന യാത്ര തിരുവനന്തപുരത്ത് എത്തി നിൽക്കുകയാണ്. അതുവരെ തന്നെ നമുക്ക് 10 എപ്പിസോഡുകൾ ആയിരിക്കുകയാണ്. ഇപ്പോൾ അറിയാമല്ലോ, ആൾക്കാർക്ക് സമയക്കുറവല്ലേ. ഈ 10 എപ്പിസോഡിൻ്റെ ചെറിയ ചെറിയ രൂപങ്ങളായിട്ടുള്ള എല്ലാം കൂടെ ചേർത്തുള്ള ഒരു 3 എപ്പിസോഡുകളാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. കന്യാകുമാരിയിലെ സൂര്യോദയം ദൃശ്യഭംഗിക്കപ്പുറം പ്രകൃതി ഒരുക്കുന്ന ഒരു വിസ്മയമാണ്. ഈ വിസ്മയം കാണാനായി അതിരാവിലെ തന്നെ ആൾക്കാർ ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. കന്യാകുമാരിയിലെ ഒരു ദിവസം ആരംഭിക്കുന്നത് തന്നെ കന്യാകുമാരിയിലെ സൂര്യോദയത്തിൽ നിന്നുകൊണ്ടാണ്. നമുക്കിവിടെ നിന്ന് ബോട്ടെടുത്ത് നമുക്ക് വിവേകാനന്ദ പാറയിലേക്ക് പോകാൻ പറ്റുമായിരുന്നു. മുമ്പ് വിവേകാനന്ദ പാറയിൽ പോയി കഴിഞ്ഞാൽ ഒരു ബോട്ടെടുത്ത് മാത്രമേ തിരുവള്ളൂരിലേക്ക് പോകാൻ സാധ്യമാകുള്ളായിരുന്നു. ഇപ്പോൾ നമുക്ക് ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് വന്നിട്ടുണ്ട്. ഇപ്പോൾ വിവേകാനന്ദ പാറയിൽ പോയാൽ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് വഴി നടന്ന് നമുക്ക് തിരുവള്ളൂർ പാറയിലേക്ക് പോകാം എന്നുള്ളതാണ് പുതിയതായിട്ട് വന്നിട്ടുള്ള വ്യത്യാസം. ഏതായാലും എത്ര പ്രാവശ്യം വന്നാലും നമുക്ക് വളരെ വ്യത്യസ്തമായി തന്നെയാണ് തോന്നുന്നത് ഈ ത്രിവേണി സംഗമത്തിലെത്തി. ആദിപരാശക്തിയുടെ അവതാരമായ കന്യാകുമാരി അഥവാ ബാലാംബിക എന്ന ക്ഷേത്രം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. രാവിലെ സൂര്യോദയം കാണാനെത്തുന്ന ആൾക്കാരിൽ ഭൂരിഭാഗം ആൾക്കാരും ഈ അമ്പലത്തിൽ പ്രദക്ഷിണം ചെയ്തിട്ടാണ് തിരികെ പോകാറുള്ളത്. നമുക്കത് കഴിഞ്ഞ് ഇവിടെ 300 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ബോട്ടിങ്ങിന് പോകാൻ കഴിയും. ആ ബോട്ടിങ്ങിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് തിരുവള്ളൂരുടെ പ്രതിമയും മറ്റും കാണാൻ പറ്റും. വിവേകാനന്ദ പാറയിലേക്ക് പോകാനുള്ള ബോട്ടിങ്ങിനുള്ള ക്യൂ ആണ് ഇതിൻ്റെ പുറകിൽ കാണുന്നത്. 75 രൂപയാണ് നോർമൽ ടിക്കറ്റ്. 300 രൂപ കൊടുത്താൽ സ്പെഷ്യൽ ലൈനുണ്ട്. അപ്പോൾ കുറച്ചുകൂടി നേരത്തെ പോകാനും കുറച്ച് പ്രിഫറൻസും കിട്ടുന്ന ഒരു ലൈനും കൂടെ ഉണ്ട്. 75 രൂപയും 300 രൂപയുമാണ്. കന്യാകുമാരിയിൽ നിന്നും 500 മീറ്റർ അകലെയുള്ള സ്വാമി വിവേകാനന്ദ പാറയിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. 1892 ഡിസംബർ 25, 26, 27 തീയതികൾ 3 ദിവസം ഈ കടൽ നീന്തി ഇവിടെ വന്ന് 3 ദിവസം തപസ് ചെയ്തതിന് ശേഷമാണ് സ്വാമി വിവേകാനന്ദന് എൻലൈറ്റ്മെൻറ്റ് ഉണ്ടാകുന്നത്. അതിനുശേഷമാണ് ഈ കേൾക്കുന്ന വിധത്തിലുള്ള എല്ലാവിധം പ്രപഞ്ചത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിച്ചിട്ടുണ്ടോ അതെല്ലാം നമ്മൾ അറിയുന്നത് ആ 3 ദിവസം ഇവിടെ തപസ് ചെയ്ത് എൻലൈറ്റ്മെൻറ്റ് കിട്ടിയതിന് ശേഷമാണ്. വിവേകാനന്ദ കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് ഒരു പെർമിഷനൊക്കെ തന്നതുകൊണ്ട് ഇവിടെ നമ്മളെ അസിസ്റ്റ് ചെയ്യാൻ ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരാളുണ്ട്. നമസ്കാരം. എന്താ പേരെന്താ? ശിവസുബ്രഹ്മണ്യൻ. നമുക്ക് ഇവിടുത്തെ ഇതേക്കുറിച്ചെല്ലാം ഒന്ന് പറഞ്ഞു തരാൻ പറ്റും? ഏതായാലും നമുക്ക് അകത്തേക്ക് പോവാം. ആദ്യം കാണുന്നത് ശ്രീപാദ മണ്ഡപം. അത് ദേവി ഇവിടെ തപസ്സിരുന്നതായിട്ട് ഒരു ഐതിഹ്യമുണ്ട്. ഓക്കെ. കന്യാകുമാരി ദേവിയുടെ തൃപ്പാദങ്ങളാണ് ഇവിടെ ഉള്ളത്. ഓക്കെ. ഇവിടെ നോക്കിയാൽ ഈ 3 കടലും കൂടെ യോജിക്കുന്നത് കാണാൻ പറ്റും അല്ലേ? വ്യക്തമായിട്ട് കാണാൻ പറ്റും. അത് ഏതാണ്? ഈ ഭാഗത്താണ് ആ കൊടി ഇരിക്കുന്നില്ലേ? അവിടെയാണ് 3 അറേബ്യൻ സീ ആണ്. അത് അപ്പുറത്ത് അറേബ്യൻ സീ. ഓക്കെ. ഇത് ഇന്ത്യൻ ഓഷൻ. ബംഗാൾ ഉൾക്കടൽ.
ലോകത്തെങ്ങും ഇല്ലാത്ത ഒരു സംഗമമാണ് അല്ലേ? ഇതാണ് നമ്മുടെ ഭാരതത്തിനുടെ ഏറ്റവും അറ്റം പോയിന്റ്. ഭാരതത്തിൻ്റെ ഏറ്റവും അറ്റമാണ്. ഇങ്ങോട്ട് പോയാൽ ശ്രീലങ്ക. ഇവിടെ എവിടെ ഈ അവിടെ ഡയറക്ഷൻ നോക്കാം. ഓക്കെ ഓക്കെ. നമ്മൾ ഇപ്പോൾ കാണുന്നത് സ്വാമി വിവേകാനന്ദ മണ്ഡപം. സ്വാമി വിവേകാനന്ദ മണ്ഡപത്തിലെത്തിയിരിക്കുകയാണ്. ഏതായാലും ഇവിടെ വരുമ്പോൾ ഇതിനകത്ത് ക്യാമറ കൊണ്ടുപോകാൻ അനുവദിക്കത്തില്ല. അതുകൊണ്ട് നമുക്കിതൊന്നും എടുക്കാൻ പറ്റത്തില്ല. 18 ടണ്ണുള്ള 4 പില്ലേഴ്സ് ഉണ്ട് അല്ലേ? അപ്പോൾ അതിലുള്ള ആർട്ട് വർക്കെല്ലാം അതിൻ്റെ ആർട്ട് വർക്ക് ഉണ്ട്. അജന്ത എല്ലോറ കേവ്സിനുடைய ചിത്രങ്ങളാണ് ഇവിടെ. അജന്ത എല്ലോറ കേവ്സിനകത്തുള്ള ചിത്രങ്ങളാണ് ഇതിൽ ആലേഖനം ചെയ്തിരിക്കുന്നത്. ഓക്കെ. ഈ സ്വാമിജിയുടെ ഈ മണ്ഡപത്തിൽ ഓക്കെ ഓരോരോ സ്റ്റേറ്റിനുடைய ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പിക്ചറുണ്ട്. ആദ്യം നമുക്ക് കയറുമ്പോൾ നോക്കിയാൽ അവിടെ 2 ആന നിൽക്കുന്നുണ്ട്. അത് കേരളമായിരുന്നു. ഓക്കെ. പിന്നെ അതിൻ്റെ താളോട്ട് നോക്കിയാൽ ഓക്കെ കുംഭമുണ്ട്. കുംഭം തമിഴ്നാട്ടിൽ. ഓക്കെ. ഇത് ഓരോ സ്റ്റേറ്റിൻ്റെയും റെപ്രസെൻ്റ് ചെയ്ത് എന്തെങ്കിലും ഉണ്ടാവുന്നുണ്ടല്ലോ. ഈ മണ്ഡപത്തിലുള്ള ബോളിലെ നോക്കിയാൽ വെല്ലൂർ മട്ടിൽ സ്വാമിജി രാമകൃഷ്ണ മിഷൻ. ഓക്കെ. ആ വെല്ലൂർ മട്ടിൻ്റെ ഒരു ക്ഷേത്രമുണ്ട് അവിടെ. ഓക്കെ. അതിൻ്റെ മോഡലാണ് ഇതിൻ്റെ മോൾ വശം എന്ന് പറയുന്നത്. ഓക്കെ. അങ്ങനെ ഇപ്പോൾ സ്വാമിയുടെ ഗുരുക്കളായിരുന്ന ശ്രീരാമ പരമഹംസ, രാമകൃഷ്ണനുടെ വൈഫ് ശാരദാദേവി എല്ലാം ഉണ്ട് അറിയാൻ വേണ്ടി. തീർച്ചയായിട്ടും. ഇവിടെ ഒരു വളരെ വ്യത്യസ്തമായി തോന്നിയതുണ്ടല്ലേ, ഇവിടെ ഒരു സൺറൈസ് കലണ്ടറുണ്ട്. അപ്പോൾ സൺ എന്നും ഒരേ സ്ഥലത്തല്ല ഉദിക്കുന്നത്. ഇപ്പോൾ ഉത്തരായനം ദക്ഷിണായനം എന്ന് പറയുന്നത്, അതായത് ജാനുവരി ആകുമ്പോൾ ഈ ഡയറക്ഷനിൽ ഇവിടെ ഉദിക്കും, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ഇങ്ങനെ മാറി വരും, ഓഗസ്റ്റ് എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ വരും, ഒക്ടോബർ എന്നൊക്കെ പറയുമ്പോൾ ഈ ഡയറക്ഷനിൽ വരും. അപ്പോൾ ഉത്തരായനവും ദക്ഷിണായനവും എന്ന് പറഞ്ഞിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ മാസങ്ങളിലും സൂര്യൻ ഉദിക്കുന്ന സ്ഥലം നമുക്കിവിടെ നിന്ന് നോക്കിയാൽ അറിയാം. ഇവിടെ വന്ന് ഓൾ ഡേയ്സ് നമ്മൾ സൺറൈസ് കാണാം. ഇവിടെ വന്ന് ഓൾ ഡേ കാണാം. പിന്നെ ക്ലൗഡ് ഇല്ലാണ്ട് കാണാം. ക്ലൗഡില്ല, ശരിയാണ്. പിന്നെ ഇവിടെ 6 മാസം തന്നെ സൺസെറ്റ് കാണാം. മറ്റൊരു വലിയ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഒക്ടോബർ ടു മാർച്ച് വരെ മാത്രമേ കന്യാകുമാരിയിൽ നിന്നാൽ സൺസെറ്റ് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സൺറൈസും സൺസെറ്റും ഒരുമിച്ച് കാണുന്നത് ഒക്ടോബർ ടു മാർച്ച് വരെ ഇവിടെ കാണാൻ പറ്റത്തുള്ളൂ. മാർച്ച് കഴിഞ്ഞാൽ സൺസെറ്റ് കാണുന്നത് നമ്മളെ കോവളം ആ ഏരിയയിലേക്ക് മാറും. അതായത് ഈ ഉത്തരായനം ദക്ഷിണായനം മാറുന്നതനുസരിച്ചിട്ട് സൺസെറ്റ് മാറുന്നതാണത്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ എല്ലാ ദിവസവും സൂര്യോദയം ഇവിടെ നിന്ന് നോക്കിയാൽ ഈ ഡയറക്ഷനിൽ കാണാൻ പറ്റും. സൺസെറ്റ് ഒക്ടോബർ ടു മാർച്ച് വരെ ഇവിടെ കാണാൻ പറ്റത്തുള്ളൂ കന്യാകുമാരിയിൽ. അത് കഴിഞ്ഞാൽ ആ ഉത്തരായനം ദക്ഷിണായനം വരുന്നത് കൊണ്ട് ഇത് നമ്മളെ കോവളം ആ ഏരിയയിലേക്ക് പോയാൽ മാത്രമേ സൺസെറ്റ് കാണാൻ പറ്റൂ. ഇത് വലിയൊരു ഇൻഫർമേഷനായിട്ടാണ് എനിക്ക് തോന്നി, ഞാൻ കേട്ടിട്ടില്ലായിരുന്നു കേട്ടോ. ഏതായാലും നമ്മൾ ഇവിടെ കന്യാകുമാരി വരെയും ഇവിടെ വിവേകാനന്ദ പാറയിൽ വരാനും സ്വാമി വിവേകാനന്ദൻ്റെ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ അറിയാനും കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. കൂടാതെ ഇത്രയും നേരം ഞങ്ങളോട് ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തന്നതിനും യൂറോപ്പ് മലയാളി ജേണലിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. താങ്ക് യു. കന്യാകുമാരിയിൽ വരുമ്പോൾ നമുക്ക് കാണാവുന്ന മറ്റൊരു അട്രാക്ഷനാണ് ഗാന്ധി മെമ്മോറിയൽ. അതിനോടനുബന്ധിച്ച് കാമരാജിൻ്റെ ഒരു എക്സിബിഷൻ സെൻറ്ററും തൊട്ട് അടുത്ത് തുറന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മഹാത്മാഗാന്ധിയുടെയും കാമരാജിൻ്റെയും 2 പ്രവർത്തന ശൈലികളെക്കുറിച്ചിട്ടും പ്രവർത്തനങ്ങളെക്കുറിച്ചിട്ടും വിശദീകരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ വന്നാൽ മനസ്സിലാക്കാൻ കഴിയും. അതുകൂടാതെ മഹാത്മാഗാന്ധിയും കാമരാജും ഒരുമിച്ചിരിക്കുന്ന ഒരു സ്റ്റാച്യുവും ഇവിടെ പുതിയതായിട്ട് പണി കഴിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഇത് കന്യാകുമാരിയുടെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 കണക്കിന് പുതിയ കടകളാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒരുപക്ഷേ 100 കണക്കിനുള്ള ആൾക്കാർ ഈ സ്ഥലം കൊണ്ട് ഉപജീവന മാർഗവും ചെയ്യുന്നു എന്നുള്ളതാണ്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തൊട്ടടുത്തൊരു ലൈറ്റ് ഹൗസ് ഉണ്ട്. ലൈറ്റ് ഹൗസിൽ കയറുന്നതിന് 10 രൂപയേ ഉള്ളൂ. ആ ലൈറ്റ് ഹൗസിൽ കയറി നിന്ന് കഴിഞ്ഞാൽ നമുക്കിവിടുത്തെ ഉദയവും അസ്തമനവും കാണാൻ കഴിയുന്നതാണ്.
അത് പലരും ഉപയോഗപ്പെടുത്താറില്ല എന്നുള്ളതാണ് തോന്നുന്നത്. അതിന് മുകളിൽ കയറി നിന്നാൽ നമ്മൾ ഈ കന്യാകുമാരിക്ക് ചുറ്റുമുള്ള സ്ഥലങ്ങൾ വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയും. നമ്മളിപ്പോൾ ലൈറ്റ് ഹൗസിൻ്റെ ഏറ്റവും മുകളിലാണ് നിൽക്കുന്നത്. അപ്പോൾ കന്യാകുമാരി വരുമ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോഴും മിസ്സായ ഒരു സ്ഥലമാണിത്. ഈ 10 രൂപ എൻട്രി ഫീ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ കന്യാകുമാരി 4 ചുറ്റാകുകയും കാണാൻ പറ്റും. മാത്രമല്ല ഇപ്പോൾ സാധാരണ അവിടെ വന്ന് എല്ലാവരും ഉദയമൊക്കെ കാണാൻ അവിടെ ഞെരുങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഇവിടെ വന്ന് നിന്നാൽ ഉദയവും കാണാം, അസ്തമയവും കാണാൻ പറ്റുന്ന ഒരു സാഹചര്യമാണുള്ളത്. 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ പറയാം. ആരും നിർബന്ധിക്കുന്നില്ല, പെട്ടെന്ന് ഇറങ്ങി പോകാനൊന്നും ആരും നിർബന്ധിക്കുന്നില്ല. അപ്പോൾ ലിഫ്റ്റുണ്ട്, ഇപ്പോൾ സ്റ്റെപ്പൊന്നും കയറേണ്ട കാര്യമില്ല, ലിഫ്റ്റ് എടുത്ത് മുകളിലേക്ക് വരാവുന്നതാണ്. അപ്പോൾ കന്യാകുമാരി വരുമ്പോൾ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസാണ് ഈ ലൈറ്റ് ഹൗസിൻ്റെ മുകളിലേക്ക്. 10 രൂപ മാത്രമേ ഉള്ളൂ. ഇതിൽ വരേണ്ടത്, അതായത് കന്യാകുമാരി ജംഗ്ഷനിൽ വരുമ്പോൾ സ്റ്റേഷനുണ്ട്, റെയിൽവേ സ്റ്റേഷനുണ്ട്. ആ റെയിൽവേ സ്റ്റേഷൻ്റെ ആ തൊട്ടടുത്ത് ഒരു പോലീസ് സ്റ്റേഷനൊക്കെ ഉണ്ട്. അതിൻ്റെ റൈറ്റിലോട്ട് തിരിഞ്ഞു വന്നു കഴിഞ്ഞാൽ ഇവിടെ വരാൻ പറ്റും. പക്ഷേ പാർക്കിംഗ് കുറച്ച് ബുദ്ധിമുട്ടാണ്. കുറച്ച് ദൂരെ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് വരുന്നതായിരിക്കും ഭംഗി. നമ്മൾ ഈ ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഇവിടെ കാണാൻ കഴിയുന്നത് തിരുവള്ളുവരുടെ പ്രതിമ കാണാൻ കഴിയും, വിവേകാനന്ദ പാറ കാണാൻ കഴിയും. അത് കഴിഞ്ഞാൽ നമുക്ക് ദേവീ ക്ഷേത്രം കാണാൻ കഴിയും. അത് കഴിഞ്ഞാൽ നമുക്ക് മഹാത്മാഗാന്ധിയുടെ മെമ്മോറിയൽ കാണാൻ പറ്റും. അത് കഴിഞ്ഞാൽ കാമരാജിൻ്റെ കാണാൻ പറ്റും. നമുക്ക് ഈ വശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രസിദ്ധമായ പള്ളി കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ കന്യാകുമാരിയിൽ വരുമ്പോൾ ഇവിടെ നിന്ന് ഒറ്റ നോട്ടത്തിൽ ഇതെല്ലാം കാണാൻ കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. കന്യാകുമാരിയിൽ നിന്നും 6 കിലോമീറ്റർ തിരുനെൽവേലി റൂട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വട്ടക്കോട്ട എന്ന് പറയുന്ന ഒരു കോട്ട കാണാൻ പറ്റും. ഇതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് 18th സെഞ്ച്വറിയിൽ തിരുവിതാംകൂറിൻ്റെ ഭാഗമാണ്. തിരുവിതാംകൂർ ലോഗോ എല്ലാം ഇപ്പോഴും അവിടെ വെച്ചിട്ടുണ്ട്. ഈ കോട്ടയുടെ എൻട്രി ഫ്രീ ആണ്. പക്ഷേ എന്തുകൊണ്ടോ അവർ ക്യാമറ ഉള്ളിലേക്ക് കടത്തുന്നില്ല. നമുക്കതുകൊണ്ട് അതിൻ്റെ അകത്തെ ഭാഗങ്ങളൊന്നും ചിത്രീകരിക്കാൻ കഴിയുന്നില്ല. ഈ കോട്ട ഫുള്ളായിട്ട് കാണണമെങ്കിൽ ഇവിടെ ഒരു 100 മീറ്റർ അങ്ങോട്ട് പോയാൽ സൈഡിൽ റോഡുണ്ട്. അതുവഴി നമുക്ക് ബീച്ചിലെത്താൻ പറ്റും. ആ ബീച്ചിലെത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് കോട്ട ഫുള്ളായിട്ട് കാണാൻ പറ്റും. അന്നത്തെ കോസ്റ്റൽ ഏരിയ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി തിരുവിതാംകൂർ മഹാരാജാവ് 18th സെഞ്ച്വറിയിൽ ഉണ്ടാക്കിയ കോട്ടയാണ് വട്ടക്കോട്ട എന്ന് പറയുന്നത്. ഇത് മിസ്സാവാതിരിക്കുക. നമ്മുടെ ഈ പുറകിൽ കാണുന്നതാണ് മരുത്വാമല. ഈ മലയ്ക്ക് വളരെ അധികം പ്രത്യേകതകളുണ്ട്. എല്ലാ ചെടികൾക്കും, ഈ മലയിലെ എല്ലാ ചെടികൾക്കും ഔഷധ ഗുണങ്ങളുള്ള ഒരു ചെടികളാണ് ഇവിടെ ഉള്ളതെല്ലാം. ഇതിനെക്കുറിച്ച് ധാരാളം മിത്സ് ഉണ്ട്. ധാരാളം മുനിമാർ വന്ന് തപസ് ചെയ്ത സ്ഥലങ്ങളാണ്. രാമണ യുദ്ധകാലത്ത് ലക്ഷ്മണൻ അമ്പേറ്റ് മരണശയ്യയിൽ കിടക്കുമ്പോൾ മൃതസഞ്ജീവനി കൊണ്ടുവന്നാൽ ലക്ഷ്മണനെ രക്ഷപ്പെടുത്താം. അതിനുവേണ്ടി ഹനുമാൻ പോയി ഈ മൃതസഞ്ജീവനി എന്ന സസ്യത്തിൻ്റെ പേര് മറന്നുപോവുകയും അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കാൻ പറ്റാതാവുകയും ചെയ്തപ്പോൾ ആ മലയോടുകൂടി കൊണ്ടുവന്ന് ശ്രീലങ്കയിലേക്ക് പോകുന്ന വഴി ഇവിടെ അതിൽ നിന്നൊരു ഭാഗം അടർന്നു വീണു. ആ മലയാണ് മരുത്വാമല എന്നാണ് ഇതിൻ്റെ ഒരു വിശ്വാസം. അതിന് ഉദാഹരണമായി പറയുന്നത് മൃതസഞ്ജീവനി കൊണ്ടുവരാൻ പോയ ആ മലയുടെ
താഴ്വാരങ്ങളിലും ആ മലകളിലും കാണുന്ന സസ്യജാലങ്ങളാണ് ഇവിടെയും കാണുന്നത്. അല്ലാതെ ഈ കേരളത്തിലോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലോ എങ്ങും ഇത്തരം സസ്യജാലങ്ങൾ കാണപ്പെടുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു മിത്തിന് ഒരു പ്രാധാന്യം കിട്ടിയതും. ഏതായാലും ഇതും നമുക്ക് മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സ്ഥലമാണ്. ഇതിൻ്റെ മുകളിലൊക്കെ പോകാം, അമ്പലങ്ങളുണ്ട്, ആശ്രമങ്ങളുണ്ട്. ഇതെല്ലാം ഒരു ദിവസം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ മരുത്വ മല നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ്. നമ്മൾ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ പോകുന്ന ഈ വഴിയിലുള്ള മറ്റൊരു കാഴ്ച. ഇവിടെ നമ്മൾ രാവിലെ വരണം. രാവിലെ വന്നു കഴിഞ്ഞാൽ ഈ ചെടികളെല്ലാം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ കഴിയും. ഈ ഔഷധ ഗുണമുള്ള കാറ്റാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. നമുക്ക് ശരിക്കും നമ്മളൊന്ന് ഫ്രഷാവും. എത്ര ക്ഷീണിച്ചാണ് വന്നാലും നമുക്കിവിടെ ഇതിൻ്റെ മുകളിലിരുന്നാൽ ക്ഷീണം തോന്നത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഈ വഴി പോകുമ്പോൾ മരുത്വാമല ഈ മലയിലാണ് പഴയ ഗുരുക്കന്മാരെല്ലാം വന്ന് തപസ് ചെയ്തിരുന്നത്. ശ്രീനാരായണ ഗുരു എത്രയോ വർഷം ഇവിടെ തപസ് ചെയ്തതിന് ശേഷമാണ് എൻലൈറ്റൻമെൻറ്റ് കിട്ടിയത്. ആ കാലത്ത് പറഞ്ഞു കേട്ടിട്ടുള്ളത്, ശ്രീനാരായണ ഗുരു അവിടെ തപസ് ചെയ്യുമ്പോൾ കൂടെ ഒരു പുലി ഉണ്ടായിരുന്നെന്നും പാമ്പുകളും സർപ്പങ്ങളുമൊക്കെ സൈഡിലൊക്കെ ഉണ്ടായിരുന്നുവെന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു പ്രതിമയാണ് ഈ ബാക്കിൽ ചെയ്തിരിക്കുന്നത്. ശ്രീനാരായണ ഗുരു കിടന്ന് ഉറങ്ങുന്ന സമയത്ത് പുലിയും പാമ്പും എല്ലാം അടുത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത്ര തീവ്രമായ തപസ് അനുഷ്ഠിച്ച സ്ഥലമാണ് ഈ മരുത്വാമല. ഈ ഒരു ഗുഹയ്ക്കുള്ളിലാണ് ശ്രീനാരായണ ഗുരു തപസ് ചെയ്തതും അതിനുശേഷമാണ് എൻലൈറ്റൻമെൻറ്റ് ആയതും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. മരുത്വാമലയിൽ നിന്ന് വരുമ്പോൾ തൊട്ടടുത്ത് തന്നെയാണ് ഷിർദി സായിബാബയുടെ ഒരു അമ്പലമുണ്ട്. ഇവിടെ നമ്മൾ വന്നപ്പോൾ കാണാൻ കഴിഞ്ഞ ധാരാളം ആൾക്കാർ പ്രാർത്ഥിക്കാനായിട്ട് വരുന്നുണ്ട്. അത് മാത്രമല്ല അവരുടെ മെഡിറ്റേഷൻ റൂം തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ബാക്കിൽ അറ്റാച്ച്ഡായിട്ട് ഉണ്ട്. മെഡിറ്റേഷൻ റൂംസ് ഉണ്ട്. പിന്നെ ആഹാരം ഇവർ സൗജന്യമായി കൊടുക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ ഒരുക്കിയിരിക്കുന്നു. മരുത്വാമലയിൽ നിന്ന് സുചീന്ദ്രത്തേക്ക് പോകുന്ന വഴിയാണ് മൈലാടി എന്ന ഒരു ഗ്രാമമുണ്ട്. അവർ ശിലയെ ശില്പമാക്കുന്ന ആർട്ടിസ്റ്റുകളാണ്. മുമ്പെല്ലാം കൊത്തിയിരുന്ന ഇപ്പോൾ മെഷീനുണ്ട്. മെഷീൻ വന്ന് കൈകൊണ്ട് ചെയ്യുമ്പോൾ എவ்வளோ നാൾ എടുത്താച്ച്? கைகொண்டு അത് അതിൽ കൈകൊണ്ട് ചെയ്യുന്ന 1.5 മാസം എടുക്കുന്നത്. ഇതൊരു 10 നാളെ മുടിയും. 10 നാളെ മുടിയും. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഒരു ഫോട്ടോ തന്നാൽ അന്തമാതിരി ശില്പം ഉണ്ടാക്കും. അതാണ് ഇത് കാണുന്നത് അല്ലേ? ഓ ഇന്ത മാതിരി ഫോട്ടോ തന്നാൽ നിങ്ങൾ ഇന്ത മാതിരി കൊത്തിയെടുക്കും അല്ലേ? അതാണ് ചെയ്തത്. ഇതിപ്പോൾ 1.5 മാസം 2 മാസം എടുത്ത് ഇതെല്ലാം കൊത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഏതാവത് മിസ്റ്റേക്ക് വന്നാൽ എന്താ ഓ അത് 1.5 മാസം ജോലിയേ പോയാച്ചു. ഓക്കെ அவ்வளவு கேர்ஃபுல்லாக தான். ஓகே எவ்வளோ நாளாக இந்த பணி மட்டும்தான் செய்து? ஓகே நான் ஒரு 10 வயசுல இந்த வேலைக்கு வந்துட்டு இப்போ எனக்கு 67 வயசு ஆச்சு. ஓ ஓகே 10 வயசுல தொடங்கியതാണ്. அப்போ இதில் உங்கள் பேரண்ட்ஸ் எல்லாம் இந்த பணியில்? எங்கள் பேரண்ட்ஸ் வந்து நகை தொழில், നഗപണി, ഗോൾഡ് എല്ലാം ഗോൾഡ്. ഓ ഓക്കെ. ഏതായാലും വളരെ നന്ദി പാത്രത്തിക്ക്.
മയിലാടിയിൽ വന്നുള്ളപ്പോൾ മയിലാടിയിലെ ഈ കാഴ്ചകളെന്ന് പറയുന്നത് വിസ്മയിപ്പിക്കുന്നതാണ്. അത് ഓരോരുത്തരും ഈ യാത്രയിലിടയിൽ വന്ന് കണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഒരു പാറയെ എങ്ങനെ ഒരു ശില്പമാക്കി മാറ്റുന്നു എന്നുള്ളത്. ഏതായാലും നമ്മൾ അടുത്ത ഒരു ഡെസ്റ്റിനേഷനിലേക്ക് പോകാം. இதுவரை நான் பார்த்ததில்லை இதுபோல் வேறோர் ஆலயத்தை. இதுவரை நான் பார்த்ததில்லை இதுபோல் வேறோர் ஆலயத்தை. இந்திரன் சாபம் தீர்ந்த இடம், தேவர்கள் வழிபட தேர்ந்த இடம், கற்பின் இலக்கணம் கண்ட இடம், அற்புதம் 1000 கொண்ட தலம், புனிதம் தவழும் சுசீந்திரம். இதுவரை நான் பார்த்ததில்லை இதுபோல் வேறோர் ஆலயத்தை. നമ്മൾ മയിലാടിയിൽ നിന്നും സുചീന്ദ്രത്തെത്തിയിരിക്കുകയാണ്. ഈ സുചീന്ദ്രം ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെ ഒരുമിച്ച് പ്രതിഷ്ഠിച്ചിട്ടുള്ള ലോകത്തിലെ ഏക അമ്പലമാണ്. അതുകൊണ്ട് തന്നെ ഹൈന്ദവ വിശ്വാസികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമ്പലം കൂടിയാണ് ഈ അമ്പലം. உன்னை பாட பாட இனிக்குது சிவலிங்கமே, எந்தன் பாடலின் இசையே சிவலிங்கமே. അപ്പോൾ ഇത് സുചീന്ദ്രം. ഇവിടുത്തെ ക്ഷേത്രത്തിന്റെ വിശേഷം എന്താണ്? 3 പേരും കൂടി ഒന്നിച്ചിരിക്കുക, ബ്രഹ്മ വിഷ്ണു ശിവൻ. ഓക്കെ. ലോകത്തിലെ ഈ ക്ഷേത്രത്തിന് 3 പേരും കൂടി ഒന്നിച്ചിരുന്ന സ്ഥലമാണ്. ഇന്ദ്രന് ശാപം കിട്ടിയ സ്ഥലമാണ്. സ്ഥലത്തിന്റെ പേര് സുചീന്ദ്രം. തമിഴിൽ സുത്തം പ്ലസ് ഇന്ദ്രൻ, സുചീന്ദ്രൻ എന്നായി. എല്ലാ അമ്പലത്തിലും അർത്ഥസാമ പൂജ ഉണ്ട്. ഈ അമ്പലത്തിൽ അർത്ഥസാമ പൂജ ദേവേന്ദ്രൻ ചെയ്തതായിട്ട് ഐതിഹ്യം. ഈ അമ്പലം മുമ്പ് കേരളത്തിൽ ഇപ്പൊ തമിഴ്നാടായിരിക്കുന്നത്. ഇത് മുമ്പ് കേരളത്തിന്റെ ഭാഗമായിരുന്നു. മുമ്പ് കേരളത്തിൽ ഇപ്പൊ മാനേജ്മെന്റ് തമിഴ്നാടാണെങ്കിലും പൂജാരികളൊക്കെ കേരളത്തെ ഐതിഹ്യമാണ്. മലയാളികളാണ്. കേരളത്തെ ഐതിഹ്യമാണ്. പൂജാരിത്തരം കേരളത്തിന് അമ്പൂരികളാണ്. ഇവിടത്തൊന്നും ബ്രഹ്മാവിഷ്ണു ശിവനാണെങ്കിൽ കേൾക്കുന്നത് ഹനുമാൻ ക്ഷേത്രം തന്നെ കേൾക്കുന്നത്. 18 അടി പൊക്കം സീതാദേവിക്ക് കാണിച്ച വിശ്വരൂപ ഹനുമാൻ സ്വാമിയാണ്. എല്ലാ ഹനുമാൻ സ്വാമിക്ക് വാലൊന്ന് താഴോട്ടുണ്ട്. ഈ ഹനുമാൻ സ്വാമിക്ക് വാലൊന്ന് തലയിന്റെ മുകളിലുണ്ട്. ഭൂമിക്കടിയിൽ നിന്ന് കിട്ടിയ വിഗ്രഹമാണ്. ഈ ഹനുമാൻ സ്വാമി വന്ന പിന്നീടാണ് ഈ അമ്പലം ഫേമസ് ആയത്. അതും വന്നിട്ട് 1000 വർഷങ്ങൾക്ക് മുമ്പായി. സപ്തസ്വരങ്ങളുണ്ട്, 18 അടി. സപ്തസ്വരങ്ങളുള്ള കൽമണ്ഡപമുണ്ട് അല്ലേ? അത് ഈ അമ്പലത്തിന്റെ ഒരു പ്രത്യേകതയാണ്. തമിഴ്നാട്ടിൽ 3 അമ്പലത്തിൽ നന്ദികേശ്വരം വിശേഷമാണ്. ഒന്ന് തഞ്ചാവൂർ, 2 രാമേശ്വരം, 3 ഇവിടെ. തഞ്ചാവൂർ ഒന്ന് കല്ലും രാമേശ്വരത്തിൽ ചുണ്ണാമ്പും ഇത് കട ചങ്ക് കൊണ്ട് ചെയ്തതാണ്. ചങ്കുകൾ കൊണ്ട് നടത്തിയത്. ഈ ഗോപുരം ഒന്ന് രാജഗോപുരം എന്ന് പറയാ. 125 അടി പൊക്കമാണ്. 125 അടി പൊക്കമുണ്ട്. കംപ്ലീറ്റ് രാമായണത്തിന്റെ മഹാഭാരതത്തിന്റെ കഥകളാണ്. ഇതെല്ലാം കൊത്തി വെച്ചിട്ടുണ്ട്. രാമായണം 25 അടി കല്ലും ബാക്കി അത്രയും കടൽ ചങ്ക് കൊണ്ട് ചെയ്തതാണ്. അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. 3 പേര് ഒന്നിച്ചിരിക്കണമെങ്കിൽ ശിവനുണ്ട്, മഹാവിഷ്ണു ഉണ്ട്. ഏതൊരു അമ്പലത്തിൽ പോയാലും ഒന്നിന് ശിവന് മുഖ്യത്വം കൊടുക്കുക, ഇന്നൊന്ന് വിഷ്ണുവിന് മുഖ്യത്വം കൊടുക്കുക. ഇവിടെ നിന്ന് ശിവന് എത്ര മുഖ്യത്വമോ അതുപോലെ വിഷ്ണുവിന് കൊടുക്കാം. അതിനെ 2 കൊടിമറ ഇവിടെ അകത്തിരിക്കും അമ്പലത്തിനകത്ത്. ശിവന് വന്ന് ധനുമാസവും മഹാവിഷ്ണു വന്ന് ചിങ്ങമാസവും ഉത്സവം നടക്കുന്ന സമയമാണ്. അപ്പോൾ 2 ഉത്സവങ്ങളുണ്ട്. ശിവന് വന്ന് ധനുമാസവും മഹാവിഷ്ണു വന്ന് ചിങ്ങമാസവും. ഏതായാലും വളരെ സന്തോഷം കാണാൻ കഴിഞ്ഞതില്ല. താങ്ക് യു. ഞങ്ങളിപ്പോൾ പാർവതിപുരത്ത് ചുങ്കാങ്കഴൈ എന്ന സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോഴേ നമ്മളിത് പറഞ്ഞിരുന്നു,
ഇതുവഴി പോകുമ്പോൾ സായ് കഫേ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻ്റ് ഉണ്ടെന്നും അവിടെ നല്ല ഫുഡ്, വെറൈറ്റി ഫുഡ് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. വെജിറ്റേറിയനാണ്. ഏതായാലും ഒന്ന് ഉച്ചയ്ക്കുള്ള ആഹാരം ഒന്ന് കഴിച്ചിട്ട് പോവാം. ഇവിടെ വന്നപ്പോൾ സ്പെഷ്യലായിട്ട് എനിക്ക് തോന്നിയത് മിനി മീൽ. ഞാനിവിടെ വന്നപ്പോൾ സാറിന് ഇങ്ങനെയുള്ള കടകളിൽ ഇപ്പോൾ താലി എന്ന് പറയുന്നതാണല്ലോ എല്ലാ വെറൈറ്റി ആയിട്ടുള്ളത്. ഇവിടെ വന്നപ്പോൾ കേട്ടപ്പോൾ മനസ്സിലായത് മിനി മീലെന്ന് പറഞ്ഞ് ഒരു പ്രത്യേകതരം മീല് അവർ കൊടുക്കുന്നുണ്ട്. അതിലെന്തൊക്കെ ആണുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, മിനി മീൽ തന്നെ. ഓക്കെ, ഇതിൽ വെറൈറ്റി റൈസ് ഇരിക്കല്ലേ? ഇതെല്ലാം എത്ര 1 2 3 4 5 അഞ്ച് വെറൈറ്റി റൈസ്. ഇത് വന്ന് തൈര് റൈസ്, കർഡ് റൈസ്. ഇത് വന്ന് ഫ്രൈഡ് റൈസ്, ഫ്രൈഡ് ചെയ്ത റൈസ്. ഇത് എന്നാ റൈസ്? പുതിന റൈസ്. ഇത് ലെമൺ റൈസ്. ഇത് വന്നിട്ട് സാമ്പാർ റൈസ്. അപ്പോൾ 1 2 3 4 5 5 വെറൈറ്റി ഓഫ് റൈസാണ് ഇവർ ഇതിനോടൊപ്പം തരുന്നത്. ഇത് സ്ഥിതി ചെയ്യുന്നത് ട്രിവാൻഡ്രം നാഗർകോവിൽ റോഡിൽ ചുങ്ങാങ്കടൈ എന്ന ഒരു ജംഗ്ഷനുണ്ട്. അവിടെ വെച്ചിട്ടാണ് ഇത് സായി കഫേ എന്ന് പറയുന്ന. ട്രിവാൻഡ്രത്തേക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡിലാണ് വരുന്നത്. അത് ഒന്ന് നമുക്ക് വെറൈറ്റി ഫുഡുകൾ ട്രൈ ചെയ്യാൻ പറ്റിയ, വെജിറ്റേറിയനിൽ വെറൈറ്റി ഫുഡുകൾ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു കടയായിട്ടാണ് റെസ്റ്റോറൻ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. ഏതായാലും ഇത് കഴിച്ചിട്ട് ഇതിൻ്റെ അഭിപ്രായം കൂടെ പറയാം. ഇപ്പം ഞാൻ മിനി മീൽസ് കഴിച്ച് വയറെല്ലാം ഫുള്ളായി ഉച്ചയ്ക്കുള്ള അത് കഴിച്ചപ്പോഴാണ് ഇവിടെയുള്ള മറ്റ് വെറൈറ്റി സാധനങ്ങളെ കുറിച്ചിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫുഡാണ് ഈ ഇലയട എന്ന് പറയുന്നതുണ്ടല്ലോ. നല്ല ചൂടോടെ ഇരിക്കുകയാണ്. ഒരു വൈകുന്നേരത്തേക്ക് പ്രിപ്പയർ ചെയ്യുകയാണ്. ഇത് കഴിഞ്ഞിട്ട് കുഴക്കട്ട, ഇത് മധുരമുള്ളതാണ്. ഇത് റാഗി കുഴക്കട്ടയാണ്. അതിനകത്ത് മധുരമൊന്നും വെച്ചിട്ടില്ല. പിന്നെ ഇങ്ങനെയുള്ള ബ്ലാക്ക് കടല വെച്ചിട്ടും മേൽക്കടല നമ്മൾ ഇതെല്ലാം വെച്ചിട്ട് പല വെറൈറ്റി വൈകുന്നേരത്തേക്കുണ്ട്. വെരി നൈസ് ഫുഡ്. നെക്സ്റ്റ് ടൈം ഓൾസോ ഐ വിൽ കം. ഓക്കെ, താങ്ക് യു.